ഹലോ ഗായ്സ്. അങ്ങനെ നമ്മളിന്ന് കങ്കോ കാണാൻ പോവാ. സമയം രാവിലെ 6:30 കഴിഞ്ഞ്. കൊതുക് കയറി. ബാക്കി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് പറയാം. 2 hours later. അപ്പൊ കങ്കോ കണ്ടു. ഇപ്പോ എനിക്ക് വർക്കായിട്ടില്ല സിനിമ. അത് 300-350 കോടി മുടക്കിയ ഒരു സിനിമ, അതും ഇത്രയും കാത്തിരുന്നിട്ട് സൂര്യയുടെ ഒരു സിനിമ ഇറങ്ങുന്ന പറഞ്ഞപ്പോ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷയോടുകൂടി വന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, അതിലേക്ക് ആ ഒരു നിലവാരത്തിലേക്ക് സിനിമ എത്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞില്ല. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും നമ്മള് എക്സ്പെക്ട് ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു പൊടിക്ക് എക്സ്പെക്ട് ചെയ്യുമല്ലോ. ഞാൻ നന്നായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. എനിക്ക് ആ ഒരു സെക്കൻഡ് ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം കുറച്ചൊന്ന് ഡൗൺ ആയിരുന്നാലും കുറച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതും ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു കണക്ഷൻ കിട്ടണില്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് വർക്കായിട്ടില്ല. നിനക്ക് വർക്കായോ? ഇല്ല. മേക്കിംഗ് വൈസ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് പറയാമെങ്കിലും സ്ക്രിപ്റ്റ് ഷോകായി പോയി. ആക്ച്വലി ഒരു കണക്ഷൻ കിട്ടുന്നില്ലല്ലേ. ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും കാണിക്കുന്നുണ്ടെങ്കിലും എൻഡ് വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു, എന്താണ് അവരുടെ കണക്ഷൻ. ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അതാ പറഞ്ഞ സ്ക്രിപ്റ്റ് ഫ്ലോപ്പായി. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ഗൈസ്. നല്ല സങ്കടമുണ്ട്. രാവിലെ എണീറ്റിട്ട് ഫാൻ ഷോയ്ക്ക് വന്നിട്ട് ആൾക്കാർ അനങ്ങുന്നില്ല. മനസ്സിലായോ? ആ ഇൻട്രോയില് സൂര്യന്റെ നമ്മള് മാത്രമുള്ളായിരുന്നു വിസിലടിക്കാൻ. അയ്യോ, അത് ഭയങ്കര ശോകമായി പോയി. സാധാരണ ഫാൻ ഷോയ്ക്ക് വരുന്നേരത്ത് ആൾക്കാർക്കുള്ളൊരു എനർജി ഉണ്ടാവുമല്ലോ. ഇത് ആദ്യത്തെ ഒരു തുടക്കം സൂര്യനെ കാണിക്കുമ്പോ ഉണ്ടായിരുന്നു, എനർജി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും അനങ്ങുന്നില്ല. എല്ലാരും നമ്മളെ പോലെ തന്നെ ആയിരിക്കുമല്ലോ. എല്ലാരും അനങ്ങാണ്ടിരിക്കണു, കാണുന്നു, സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോകുന്നു. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ട്രെയിലറിൽ കാണിച്ചപ്പം ബോബി ഡിയോളിനെ കുറിച്ച്, അതും ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ. അതെ, ബോബി ഡിയോൾ. നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. ലൈക്ക് ഞങ്ങക്ക് വർക്കായില്ല, എനിക്ക് വർക്കായില്ല. ആകെ വർക്കായത് നമുക്ക് സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ്, കുറച്ച് സീൻസ് മാത്രമാണ്. ആൻഡ് എനിക്ക് ഫീൽ ചെയ്തത്, ഇപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഫസ്റ്റ് ഷോ ഒക്കെ കാണാൻ നേരത്ത് കുറെ ഡയലോഗൊക്കെ മിസ്സാവുന്നു. പക്ഷെ ഇത് നമ്മൾ എല്ലാ ഡയലോഗും കേട്ടിട്ടും ഡയലോഗ് ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ തമിഴാണ് കണ്ടത് കേട്ടോ, അതാദ്യം പറയാൻ വിട്ടേ. നമ്മൾ തമിഴ് തന്നെയാണ് കണ്ടത്. പക്ഷെ കുറെ ഒന്നും ക്ലാരിറ്റി കിട്ടിയില്ല. അതാ പറഞ്ഞ സ്ക്രിപ്റ്റ് വൺ ഷോ ആയിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് ഷോ ആണെന്ന് പറയാനായിട്ട് നമ്മൾ വലിയ ആൾക്കാരായിട്ടൊന്നും അല്ല പറയുന്നത്. ഒരു സാധാരണ ഓഡിയൻസിന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ആവുന്നതായിട്ടുള്ള ഒരു കാര്യം ഇല്ല ഇതിനകത്ത്. അത് ഒരു ആവശ്യമില്ലാത്ത ഫസ്റ്റ് ഹാഫും ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒരു 2 ജനറേഷൻ ആണെന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഒരാവശ്യമില്ലാത്ത കുറെ കോമഡി. അത് കോമഡി ഒന്നും അല്ല പറയുന്നത്, കോമഡി ആണെന്ന് എഴുതി വെക്കണം അതിനകത്ത്. വളിപ്പ് 2 അത് തമിഴ് സിനിമയുടെ ഇപ്പൊ ഈ ഇറങ്ങുന്ന എല്ലാ തമിഴ് സിനിമയ്ക്കകത്തുള്ള സ്ഥിരം 2 ക്യാരക്ടർ ഉണ്ട് കോമഡിക്ക് വേണ്ടി മാത്രം. ഇതിനകത്തും ഉണ്ട് കോമഡി പറയാൻ വേണ്ടി മാത്രം 2 ആൾക്കാർ. എന്തിനാണെന്ന് ഒരു കോമഡി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എത്ര മലയാള സിനിമയാ പറയാനായിട്ട്, കമ്പയർ ചെയ്തതല്ല, പക്ഷെ ഇപ്പോഴത്തെ മലയാള സിനിമയൊക്കെ അത്യാവശ്യം നിലവാരമുള്ളതാണ്. ഇതിങ്ങനെ കുത്തിക്കയറ്റാൻ വേണ്ടി ഒരുപാട് സോങ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സീൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോ അവിടെ ഒരു സോങ്, അപ്പൊ നമ്മള് ഷോക്കായി. നമ്മള് സിനിമ കണ്ടിട്ട് ഇതെന്ത് തേങ്ങയാണെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാൻ നേരത്ത് ഒരു പാട്ട് വരും. എനിക്ക് പറയണം, ഒരു സിനിമയ്ക്ക് നടിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? നടിയുടെ എന്തിനാ? നടിയായിട്ട് ആരും ഇല്ല ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് അടുത്ത ട്രെൻഡാണ്. സൗത്ത് ഇന്ത്യൻ സിനിമയില് നോർത്ത് ഇന്ത്യയിൽ ഒരു നായികനെ കൊണ്ടുവരും, 2 പാട്ടിനകത്ത് കൊണ്ടിടുന്നു, അത്രേ ഉള്ളൂ. ആ പാട്ട് ഹിറ്റ് ആകുന്നു, ആ നായികക്ക് ആ ഒരു നടിക്ക് അത്രേ ഉള്ളൂ, ആ സിനിമയ്ക്ക് അത്രേ ഉള്ളൂ. ഇതിലും അങ്ങനെ തന്നെയാണ്. സിനിമയിൽ പോസിറ്റീവായിട്ട് ആകെ തോന്നിയത് സിനിമയുടെ സെറ്റ് വർക്കും ഈ പറഞ്ഞ പോലെ വിഷ്വൽസും ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫോറസ്റ്റിലെ സീൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മറ്റേ മെൽ ഗിബ്സന്റെ അപ്പോകലിപ്റ്റോ
റെസംബിൾ ചെയ്യുന്ന പോലത്തെ കുറെ സീൻസ് ഉണ്ട്. അത് നൈസാ. അത് നന്നായിട്ടുണ്ട്. അത് നന്നായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഭൂരിഭാഗം ബഡ്ജറ്റും പോയത് അതിനകത്താണെന്ന് തോന്നുന്നുണ്ട്. പടം ഞങ്ങക്ക് വർക്കായിട്ടില്ല. ഇത്രയും ബഡ്ജറ്റ് എടുത്ത് 300-350 കോടി രൂപ ബഡ്ജറ്റില് ഇങ്ങനൊരു സിനിമ എടുത്തത് ശരിയല്ല, വർക്കായില്ല. നിങ്ങളുടെ കയ്യിൽ കുറച്ച് സമയം, 2.5 മണിക്കൂർ നിങ്ങൾക്ക് സമയമുണ്ട്. തിയേറ്ററിൽ പോയി സൂര്യയുടെ ഒരു സിനിമ കാണണം എന്നുണ്ടെങ്കിൽ പോയി കാണാം.